എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തന്നെ തോട്ടത്തിലാണ്. ഇതിൽ കുറച്ച് ജാതി ഉണ്ട്. ഈ ജാതിക്ക് കുറച്ച് വളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ഭൂമിയൊക്കെ 2 മഴ കിട്ടി, അത്യാവശ്യം തണുത്തു. അപ്പോൾ ഈ തോട്ടങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ ചാച്ചയാണ്. ഇപ്പോൾ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചാച്ച വീട്ടിൽ റെസ്റ്റിലാണ്. ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ വേറെ തോട്ടത്തിൽ മരുന്നടിക്കുന്ന സമയത്ത് വളം കൊടുക്കുന്ന സമയത്ത് ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഹായ്, നമസ്കാരം. കുറേ അല്ലേ കണ്ടിട്ട്. അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ടേ പിന്നത്തെ നമുക്ക് ഈ കൃഷീൻ്റെ അതൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തന്നെ കുറച്ച് ജാതിയും കുറച്ച് കമ്പുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് വളമിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. ഈ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനാണ് ഇപ്പോൾ ഈ പമ്പും അതേപോലെ ഈ കുപ്പി ഇതൊക്കെ വിചാരിക്കില്ലേ. ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് മൊത്തം സ്പ്രേ മോഡലിൽ സ്പ്രേ ചെയ്യാനുള്ളതാണ്. ഫോളിയർ ആപ്ലിക്കേഷൻ. ഇത് രണ്ടും വളമാണ്. ഇതൊന്ന് പൊട്ടാഷും അതേപോലെ ഇത് യൂറിയും രാജ്ഫോസുമാർ മിക്സ് ചെയ്തതാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷനാണ് ഇപ്രാവശ്യം ചെയ്ത് കൊടുക്കുന്നത്. മണ്ണിൽ എന്തായാലും ഇപ്രാവശ്യം കൊടുക്കണില്ല. എന്നാലും ഇത് പുതിയൊരിത് കിട്ടിയതാണ്. കമ്പനി കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. കാരണം ഇത് നമ്മൾ അടിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള റിസൾട്ട് കിട്ടിയിട്ടല്ല നമുക്കത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഓക്കെ. നമ്മുടെ ഇതിലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു ഔൺസ് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മരുന്ന് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഇതൊന്ന് നമ്മളിപ്പോൾ ഇത് 16 ലിറ്ററിൻ്റെ പമ്പാണ്. നമുക്ക് ഏകദേശം ഒരു 16 ലിറ്ററിലാകുമ്പോൾ ഒരു 15 ലിറ്റർ നമ്മൾ ഒഴിക്കണ പോലെ കണക്ക് കൂട്ടിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ മൊത്തത്തിൽ ഇതിന്ന് 2.5 ആ മരുന്നൊന്നും ഈ ഒരു വളം ഉണ്ടല്ലോ ഇതൊന്നും 2.5 മില്ലി ഇതാണ് വേണ്ടത് 1 ലിറ്ററിക്ക്. അപ്പോൾ ഒരു 40 എടുക്കാം നമുക്ക്. ഇതൊന്നും ഒരു 40 മില്ലി, മറ്റൊന്നൊരു 40 മില്ലി കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിൽ അളവുണ്ട്. നമ്മളൊരു 40 മില്ലി എടുത്തിട്ടുണ്ട്. മാറ്റി വെക്കാം. അതേപോലെ ഇത് യൂറിയും ഫോസ്ഫറസും കൂടെ ഉള്ളതാണ്. അതിൻ്റെ ഫോളിയറാണ്. ഫോളിയർ കൊടുക്കാനുള്ള മിക്സാണ് കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. അതൊന്നും ഒരു 40 മില്ലി. രണ്ടും അരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പമ്പിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കുലുക്കണം. നന്നായിട്ട് കുലുക്കി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ആവും. അത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഓക്കെ. അപ്പോൾ നമ്മളതിൽ വെള്ളം ബാക്കി കൂടെ നിറയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി അപ്പോൾ മരുന്നൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. ആകെ ജാതിക്ക് അടിച്ചിട്ടേ കൊണ്ട് വരാം. എന്നിട്ട് ഇതുണ്ടോ പ്രാവശ്യത്തെ ചൂട് കാരണേ തീനിച്ചുണ്ടോ. ഇത് പിന്നെ ഒരു വീഡിയോയിൽ ചെയ്തു തരാം. ഫസ്റ്റ് ജാതികൾ കൊടുക്കുക. ഇവിടുന്ന് അങ്ങനെയാണ് പോവുക ആ സൈഡിലേക്ക്. ജാതിയുടെയൊക്കെ ഇല പ്രാവശ്യത്തെ ചൂട് കൊണ്ട് മൊത്തത്തിൽ കരിഞ്ഞു. ഇപ്പോൾ 2 മഴ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മരുന്നടിക്കണതിന് മുമ്പുള്ള ജാതിൻ്റെ അവസ്ഥയാണ് കേട്ടോ അത്. ഇത് കണ്ടോ, അത് താത്ത്. ആണോ മരുന്നടിക്കണതിന് മുമ്പുള്ള കേട്ടോ ഇലകളൊക്കെ കരിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ പ്രാവശ്യത്തെ ഈ ചൂട് കൊണ്ടാണ്. ചൂടിൻ്റെ കാഠിന്യം മനസ്സിലാക്കണമെങ്കിൽ ഈ കമുകിൻ്റെ ഇതിൻ്റെയൊക്കെ ഇലയ്ക്കൊന്ന് നോക്കിയാൽ മതി. അവിടെ നിന്നുകൊണ്ട് അടിച്ചു അങ്ങനെ താഴ്ത്തിക്കൊണ്ട് പോവാം. ഇതൊക്കെ 4 വർഷത്തോളം ജാതി തൈകളാണ്.
അപ്പോൾ ഇതിൻ്റെ ശരിക്കും റെക്കമെൻഡേഷൻ പ്രകാരം നമ്മൾ കൊടുക്കേണ്ടത് ഒരു 100 ഗ്രാം ഈ ഒരു വർഷത്തിൽ 2 തവണയായിട്ട് 100 ഗ്രാം യൂറിയ, 200 ഗ്രാം ഫോസ്ഫറസ്, 200 ഗ്രാം പൊട്ടാഷ് എന്തായാലും കൊടുക്കേണ്ടതാണ്. അത് ഈ മാസവും ഈ മെയ് മാസം അല്ലെങ്കിൽ മഴ കിട്ടിയിട്ടും പിന്നെ അതുപോലെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതെന്തായാലും ഒന്ന് നമുക്ക് പരീക്ഷ നോക്കാം. ഇത് പാലക്കാടൊക്കെ നെല്ല് അതുപോലുള്ള ക്രോപ്പുകൾക്ക് പരീക്ഷിച്ച് വിജയിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കാമുകിനും ജാതിക്കും ഇതൊന്ന് കൊടുത്തു നോക്കാൻ വിചാരിച്ചു. എന്നിട്ട് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാമല്ലോ. അപ്പോൾ അതിന് ശേഷം ഈ മരുന്നിനെ പറ്റി എല്ലാവർക്കും പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലേ. ഇതാണ് കേട്ടോ പ്രാവശ്യത്തെ ചൂടിൽ എല്ലാതും ഉണങ്ങി കരിഞ്ഞ് നിൽക്കണം. ഇതാണ് കാണുന്നത്. കാമുകിൻ്റെ ഇലയൊക്കെ മഞ്ഞച്ചു. അതിൻ്റെ ഇടയിൽ ചില ജാതി തൈകൾ നമുക്ക് ഈ പന്നിശല്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചാണ് കുറച്ച് വലിപ്പം കുറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മളതിന് ഒരേപോലെ അടിച്ചു വിടുന്നുണ്ട്. പക്ഷെ അതിലും 1-2 കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവനും കൂടി ഒന്ന് കൊടുത്തോ. ബാക്കിയുള്ള അമ്മന് ഇപ്പോൾ കൊടുക്കണ്ട. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ മഞ്ഞച്ച് നിൽക്കണ കമുകാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും കമുകിനും കൂടി ഒന്ന് അടിച്ചു നോക്കാം. ഇലേൻ്റെ അടിഭാഗത്ത് കൂടി ഇലേൻ്റെ ഈ ഇലയുടെ ഇതിൻ്റെ റിസൾട്ടും കൂടെ ഒന്ന് നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ആ ഇരട്ടവാലിൻ്റെ കൂടുണ്ട് എന്താ ജാതിൻ്റെ ഉള്ളിൽ ഒരു കിളി കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതിനെ ശല്യം ചെയ്യണില്ല. ഇതിൻ്റെ സൈഡിൽ കൂടെ മാത്രമേ നമ്മൾ മരുന്നടിക്കുന്നുള്ളൂ. മുട്ടയിട്ടുണ്ട് അതിൽ. അത് നമുക്ക് തട്ടിക്കണ്ട കേട്ടോ. കുറച്ച് പയറാണ് കേട്ടോ. ഇത് ഏകദേശമൊക്കെ കഴിഞ്ഞാണ്. എന്നാലും ഇത് കുറച്ചൊന്ന് അടിച്ചു നോക്കാം. കുറച്ച് അതിൽ ബാക്കി വന്നതാണ്. നമ്മൾ ജാതിക്ക് അടിച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ. അതൊന്ന് അടിച്ചു നോക്കാം. അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് നമുക്കൊരു ഒരാഴ്ചയും കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാം. അതിന് ശേഷമുള്ള രണ്ടും കൂടെ ഉള്ള ഒരു വീഡിയോ നമുക്ക് ഞാൻ ഇതിൻ്റെ എൻഡിൽ തന്നെ കാണിച്ചു തരാം.